കേരള രാഷ്ട്രീയത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പങ്ക് എത്രത്തോളമുണ്ട്? കഴിഞ്ഞ ഇലക്ഷനിൽ 85ഓളം സീറ്റുകൾ വാങ്ങി കേരളത്തിലെ മുക്കുമൂലകളും വെൽഫെയർ പാർട്ടിക്ക് സാന്നിധ്യമുണ്ട്. അത് വിവിധ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ വിവിധ മുനിസിപ്പാലിറ്റികളിൽ മുനിസിപ്പൽ കൗൺസിലർമാര്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാരടക്കം ഉണ്ട്. ഒരു കേരള രാഷ്ട്രീയത്തിൽ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളല്ല. കേരളത്തിൽ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള ധാരാളം മണ്ഡലങ്ങളുണ്ട്. അത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വെൽഫെയർ പാർട്ടി നിർണായകമാണ്. ധാരാളം മണ്ഡലം മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുണ്ട്. കാരണം മലപ്പുറം ജില്ലയിൽ നിന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ മെമ്പർമാരെ മുനിസിപ്പൽ കൗൺസിലർമാരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഒരു മണ്ഡലം എന്നതിനപ്പുറം വിവിധ മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനം. കൂടുതൽ സ്വാധീനമുള്ള സ്ഥലം മങ്കട മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം മണ്ഡലത്തിലുണ്ട്. മലപ്പുറം മണ്ഡലത്തിൽ എവിടെ, ഏത് ഭാഗത്ത് മലപ്പുറത്ത് വെൽഫെയർ പാർട്ടിക്ക് മുനിസിപ്പൽ കൗൺസിലർ ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിക്ക്. ഏറനാട് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ PK ബഷീർ സാഹിബിന് ഭൂരിപക്ഷം കൂടും. എത്ര കൂടും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷം ഉണ്ടാവും. ഈ 5 വർഷത്തെ ഈ കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ കുറിച്ചാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ഇനിയും ഒരു മൂന്നാം ടൈമിലേക്ക് വരരുത് എന്ന് പറഞ്ഞാൽ, കേരളത്തിന്റെ ഒരു പൊതുസമൂഹം എന്ന് പറഞ്ഞാല് ജാതി മതങ്ങൾ എല്ലാം ഉൾപ്പെടെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന്, സംഘപരിവാറിന്റെ RSSന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് എല്ലാ അർത്ഥത്തിലും വളം വെച്ചു കൊടുത്തൊരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇടതുപക്ഷത്തെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ജനവിധി കേരള സംസ്ഥാനത്ത് വരണം നമ്മൾ ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ കയറൂരി വിട്ടുകൊണ്ട് കേരളത്തിന്റെ സൗഹാർദ്ദത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മതസമൂഹങ്ങളെ വിദ്വേഷത്തിന്റെയും അതുപോലെ തന്നെ വെറുപ്പിന്റെയും ഒരു രാഷ്ട്രീയത്തിന് വളക്കൂറിട്ട ഒരു മണ്ണാക്കി കേരളത്തെ മാറ്റുകയും സംഘപരിവാറിന് മേൽക്കോയ്മയുള്ള ഒരു സംസ്ഥാനമാക്കിയിട്ട്